ഷൊണ്ണയൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലൊരു നടന് അവസരം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലൈഗർ എന്ന് സിനിമയായിട്ട് കൂട്ടാൻ പറ്റില്ല ബ്രോ, ഇത് പിന്നെയും കൊള്ളാം. ലൈഗർ പിന്നെയും കൊള്ളാമെന്ന് തോന്നുന്നു, ഇതൊട്ടും കൊള്ളത്തില്ല. കഥയും കൊള്ളൂല, എടുത്ത് വെച്ചിരിക്കുന്ന കൊള്ളൂല. ദേവരെ കൊണ്ടുവരാൻ കാട്ടി നമ്മളെ ചിറക്കയില്ലേ സുട സുട ഇഡലി ഇറക്കം താർത്തിട്ടുണ്ട്. 7 വർഷത്തിന് ശേഷം എന്തായാലും ദേവരെ ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായി, അത് നല്ല കാര്യം. റിട്രോ വൈബ് അടിക്കും. റിട്രോ സിനിമയില്ലേ, സൂര്യയുടെ റിട്രോ, ഏറെക്കുറെ അതാണ് പടം. ദേവരെ കൊണ്ടുവരാൻ കാട്ടി നമ്മളെ ചിറക്കയില്ലേ സുട സുട ഇഡലി ഇറക്കം താർത്തിട്ടുണ്ട്. ഒരു കൊടൂര വില്ലൻ തന്നെ. പക്ഷെ ലൈഗറൊക്കെ വധം നന്നായിട്ട് എടുത്തുണ്ട് പടം, സൂപ്പറായിട്ടുണ്ട്. എപ്പോഴും കാണുന്ന കഥ തന്നെ, പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. നല്ല സിനിമയാണ്. പൈസ വസൂൽ എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. വിജയ് ദേവർകൊണ്ടേരെ കംബാക്കാണ്. പിന്നെ വെങ്കടേഷിൻ്റെ പെർഫോമൻസ് കിടുമായിരുന്നു, ഒരു പക്ക വില്ലനായിരുന്നു. പിന്നെ അതിൻ്റെ ഒത്തും എല്ലാവരും പടം മൊത്തത്തിൽ നൈസാണ്, കണ്ടിരിക്കും. ഞാൻ നായകനെ കാട്ടി എടുത്ത് പറയാൻ പോകുന്ന വില്ലനെ നമ്മളെ വെങ്കട്. ഇപ്പോൾ നമ്മളെ ഞാൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞെട്ടിച്ചോളാം കേട്ടോ. അവസാനമൊക്കെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് പുള്ളി വേറെ ലെവലാക്കി കാണും. സ്കോർ ചെയ്തെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അനിരുദ്ധ് വീഡിയോയിൽ ഒരു തിരിച്ചു വരവെന്ന് പറയാം, അത്ര ശക്തമായിട്ടുള്ള തിരിച്ചു വരവ് അല്ലെങ്കിൽ കൊള്ളാം. പുള്ളി മുമ്പ് ഇറങ്ങിയ ഫാമിലി മാൻ അതിനൊക്കെ കാട്ടി ബെസ്റ്റാണ്. വൺ ടൈം വാച്ചബിളാണ്. മേക്കിങ്ങും കാര്യങ്ങളെല്ലാം കൊള്ളാം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ലൈഗർ പോലെയല്ല, ലൈഗറിനെയും കാട്ടി കൊള്ളാം, അതിനെ കാട്ടി കൊള്ളാം. വേർത്ത് അടിപൊളി. അല്ല, ലൈഗറിങ്ങൾ ബെറ്ററാണോ? നല്ല ബെറ്ററാണ് ലൈഗറിനെക്കാളും. പക്ഷെ വെങ്കി എടുത്ത് പറയാതിരിക്കുമല്ലോ, പുള്ളി ഇല്ല വേഷം കിട്ടില്ല. കൊള്ളാം, സൂപ്പറാണ് പടം. കുഴപ്പമില്ല. പെർഫോമൻസ് വൈസൊക്കെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു റെട്രോ പോലെയൊക്കെ അവസാനം ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയാണെങ്കിൽ ഒരു തോന്നലൊന്നും. അതിനേക്കാളും ബെറ്റർ. എന്തായാലും 7 വർഷത്തിന് ശേഷം എന്തായാലും ദേവരെ ഉണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായി, അത് നല്ല കാര്യം. പടം കൊള്ളാം. പാൻഡിയൻ സ്കെയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഓവറോൾ പോരാ, പക്ഷെ എന്നാലും കൊള്ളാം. പടം അടിപൊളി പടമാണ്. പടം കൊള്ളാം, നല്ലത്, സൂപ്പർ, നല്ല പടമാണ്. പടം പോരാ, ഉള്ള മ്യൂസിക് മാത്രമേ ഉള്ളൂ, വരെ കൊള്ളൂ. ലൈഗർ പിന്നെയും കൊള്ളാമെന്ന് തോന്നുന്നു, ഇതൊട്ടും കൊള്ളത്തില്ല. വെറുതെ 3 മണിക്കൂർ പോയത് മിച്ചമായി. അത്രയ്ക്ക് കയറിപ്പിച്ചു. ഭയങ്കര ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫാണെങ്കിലും കൊള്ളാമെന്ന് വിചാരിച്ചു, പക്ഷേ അതും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. സമയം നഷ്ടം. അല്ല, അത് ഓൾറെഡി കൊള്ളാം, പുള്ളിക്കാരനെ കൊള്ളാം. നമ്മളെ വെങ്കി നൈസാണ്, പക്ഷെ എന്നാലും കഥയും കൊള്ളൂല, എടുത്ത് വെച്ചിരിക്കുന്ന കൊള്ളൂല. ആവറേജ് ഇടോ, ദേവരെ കൊണ്ടാൽ മാത്രം കൊള്ളാം, ബാക്കിയൊന്നും. നമ്മുടെ ഈ പടം തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് റിട്രോ വൈബ് അടിക്കും. റിട്രോ സിനിമയില്ലേ, സൂര്യയുടെ റിട്രോ, ഏറെക്കുറെ അതാണ് പടം. പിന്നെ വിജയ് ദേവരക്കൊണ്ട കൊള്ളാം. പിന്നെ നമ്മുടെ വെങ്കടേഷ് ഉണ്ടല്ലോ, ഈ പുള്ളിക്കാരനെ വില്ലൻ ചെയ്തിരിക്കുന്നത്, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിട്രോയുടെ ഫ്ലാഷ് ബാക്കൊക്കെ എന്താണ് കാണിക്കുന്നത്, ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ്. അയാൾ നടൻ ടേക്ക് ഓവർ ചെയ്യുന്ന സ്ഥലം, അതേപോലെ ക്ലൈമാക്സ് മ്യൂസിക് വെച്ച് അടിപൊളി ഉണ്ടാക്കിയിട്ട് പിന്നെ മ്യൂസിക്കുകളോട് പിടിച്ചിരുത്തും പടം. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. വല്ലാതെ വലുതായിട്ട് പിന്നെ ലാഗുണ്ട്, നല്ല ലാഗുണ്ട് പടം. തുടക്കമൊക്കെ കൊള്ളായിരുന്നു, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ്, ക്ലൈമാക്സ് കൊള്ളാം. ഇങ്ങനെയാണ് പടം പോകുന്നത്. ലൈഗറിനെ കട്ടിയൊക്കെ അടിപൊളിയാണ്. അതിനുശേഷം ഇറങ്ങിയ കുറേ പടമില്ലേ, മറ്റേ ഇത് ഖുഷിന്നൊക്കെ, അതൊക്കെ വെച്ചും അതിനെക്കാട്ടി അടിപൊളി പടം. ലൈഗറിനെക്കാട്ടിയും കിടിലൻ പടം. പുള്ളിക്കാരൻ്റെ ഈ വർഷം ഇറങ്ങിയിൽ കൊള്ളാം. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പുള്ളിക്ക് ചാൻസ് കിട്ടാത്തതുകൊണ്ട് പുള്ളി അവിടെ പോയി കഴിവ് തെളിയിച്ച് ഈ ഡയറക്ടേഴ്സൊക്കെ കണ്ട് പുള്ളിക്ക് നല്ല 2 റോൾ കൊടുക്കുക. ഒരു ഹീറോ മെറ്റീരിയൽ ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ചുമ്മാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷൊണ്ണയൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലൊരു നടന് അവസരം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൊള്ളാം, സിനിമയും കൊള്ളാം, കുറ്റം പറയാനൊന്നുമില്ല. 2 മണിക്കൂർ 45 മിനിറ്റ് പെട്ടെന്ന് തീർന്ന്, ലാഗൊന്നും അടിച്ചില്ല, നല്ല രീതി. പിന്നെ ക്ലൈമാക്സ് കുറച്ചൊരു 10 മിനിറ്റ് കുറച്ച് ഇതായിപ്പോയി. ഇത് സെയിം റെട്രോയുടെ ലൈനാണിത്. റെട്രോ എങ്ങനെ അത് സെയിം ആണ്, പക്ഷേ ഇത് കുറച്ച് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റതിലെ പോലെ ചുമ്മാ വലിച്ചു വാരിയിട്ടിട്ടില്ല, ഇത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സെയിം റെട്രോ തന്നെ, പക്ഷേ ഈ പടം കുറച്ചുകൂടെ കൊള്ളാം, നന്നായിട്ടുണ്ട്. ലൈഗർ എന്ന് സിനിമയായിട്ട് കൂട്ടാൻ പറ്റില്ല ബ്രോ, ഇത് പിന്നെയും കൊള്ളാം. ഇത് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പടമാണ്. പിന്നെ ലാഗൊന്നും അടിക്കില്ല, ഇത് സിനിമയായിട്ട് കുറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, നല്ല കണ്ടൻറ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് കുറച്ച് ഇതായി പോയെന്നേ ഉള്ളൂ, പക്ഷേ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ പ്രതീക്ഷിച്ച് അത്രയും വന്നില്ല, എന്നാലും സിനിമ കൊള്ളാം. ഓക്കെ തന്നെ, നമുക്ക് റെട്രോ 2 കണ്ടൊരു ഫീൽ ഉണ്ടായി എനിക്ക്. ഓക്കെയാണ്, വെങ്കടേഷ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ക വില്ലൻ മൊത്തത്തിലൊക്കെ സൂപ്പർ. विजय देवरकोंडा परफॉर्मेंस एंड वेंकी भैया इधर का वो तो अच्छा है. एक्टिंग नेगेटिव रोल, सुपर कैरेक्टर एंड अच्छा मूवी है. बैकग्राउंड स्कोर अच्छा है.